കിട്ടി. കൊച്ചു പയ്യന്മാരെ പോലും നീ ഭർത്താവാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിന്നെ പോലെ വ്യഭിചാരം ചെയ്തല്ലടി മൈരന്റെ മോളെ ഞാൻ ജീവിക്കുന്നത്. ഇതുപോലെ ഗുണ്ടകളെ വിട്ടിട്ട് നീ എന്നെ തെറി വിളിക്കണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കയറി അടിക്കും. പട്ടി ചെറ്റേ, നീ എന്തടി വിചാരിച്ചത്? ഗുണ്ടകളെ വിട്ട് എന്നെ അടിപ്പിക്കണം നായിന്റെ മോളെ. ഗുണ്ടകളെ വിട്ടിട്ട് നീ എന്നെ വിരട്ടണ, എന്നെ പേടിപ്പിക്കണ നീ. ഞാനിത് കുറേ കട്ടയെ നോക്കിയിട്ട് ഒരു മ്യൂട്ടിൻ്റെ ഇതൊന്നും എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് ഇത് കിട്ടിയിട്ട് 2 ദിവസമായി. ഇത് അവർ ആ വിഷയം പറഞ്ഞപ്പോഴേ ഞാൻ ഇതിടാൻ വിചാരിച്ചത്. പക്ഷേ അത് വൈകിയത് തന്നെ എനിക്ക് സംഭവം എങ്ങനെ മ്യൂട്ട് ചെയ്യണം അതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരിത് ഫസ്റ്റ് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ, ഓഡിയോ ആണ് കേട്ടോ. ഇതിന് ഷെഫീൻ അബി കൊടുക്കുന്ന റിപ്ലൈ ഉണ്ട്, അത് കേൾക്കാട്ടോ നമുക്ക്. ശപിക്കാൻ എനിക്ക് മാത്രമല്ല അവന് പറയാം, നിന്റെ കുലത്തോടെ മുടിയോടി പട്ടി. നീ എന്തോടി വിചാരിച്ച എന്നെ? പട്ടി തെണ്ടി. ഞാനവനെ മുറിച്ചു, കാരണം അവിടെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ തെറിയാ. അവളെ ഒരു തെറി നിനക്ക് മാത്രമല്ലടി തെറി സ്റ്റോക്കുള്ള. ഞാൻ പേട്ട ആനേറ സൈഡിൽ ഉള്ളവളെ എന്നടി തെറി സ്റ്റോക്ക് എനിക്കുണ്ടടി നായിന്റെ മോളെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ തെറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ റീന മാച്ച് എന്ന് പറഞ്ഞൊരു നേഴ്സ് ഉണ്ടല്ലോ, UK അല്ലേ, കുറച്ച് വയസ്സായിട്ടില്ല, ഈ ലാലേട്ടൻ്റെ കൂടെ ഡാൻസ് കളിച്ചപ്പെടുത്ത് അവരുടെ കൂടെ നടക്കുന്ന ഒരു 9 ഉണ്ട്. ഒരു ആണോ അല്ല പെണ്ണോ അല്ല അങ്ങനെ നടക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങായി. അവന് മര്യാദയ്ക്ക് ഏറെക്കുറെ സംസാരിക്കാൻ വയ്ക്കും, നടക്കാനും വയ്ക്കും. പക്ഷെ അവൻ്റെ വീഡിയോകൾ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡബിൾ മീനിങ് ആയിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് കുറച്ച് വയസ്സായ ചങ്ങായിക്ക് അല്ലെങ്കിൽ വയസ്സായി വരുന്ന ചങ്ങായി, ഒരു കുട്ടി ആണായാലും പെണ്ണായാലും വേഗം ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇത് വളരെ മോശപ്പെട്ട രീതിക്ക് മനസ്സിലാക്കുന്ന രീതിക്ക് അവൻ അത് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം. ഒരു കോഴി വെക്കുന്നൊരു ഒരു വീഡിയോ ഉണ്ട്, ഒരുപാട് വീഡിയോ അങ്ങനെ ഉണ്ട്. ആ ഒരു ഗിയർ മാറ്റാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, വളരെ മോശപ്പെട്ട് പറയാ, വളരെ എന്താ പറയുക. നിങ്ങൾ പോയി ഞാനതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ വെക്കാം, അത് അതായിട്ട് വെക്കാം, അല്ലെങ്കിൽ കിട്ടിയെന്ന് വെക്കാം. എനിക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല. ഞാനത് അവൻ പറഞ്ഞ പോലെ ആകില്ല, കുറച്ചത് ചിലപ്പോൾ ഒന്നെങ്കിൽ കുറയോ അല്ലെങ്കിൽ കൂടും, അങ്ങനെയാണ്. പക്ഷേ നിങ്ങളത് കണ്ടു നോക്കണം. അവരൊക്കെ വന്നിട്ടാണ് അന്ന് ഷെഫീൻ അബിയെ കുറ്റം പറഞ്ഞത്. വെറുതെ വന്നെങ്ങാണ്ട് വീഡിയോകൾ പുറത്ത് വെച്ചെങ്ങാണ്ട് റിയാക്ടിങ്ങിൻ്റെ പേരിൽ പച്ചത്തെറി പറയുന്നവരാണ് അന്ന് ഷെഫീൻ അബിയെ കുറ്റം. ആ തെറിയോടെ പറയാത്തവർ മനുഷ്യന്മാരില്ല, എല്ലാവരും തെറി പറയുന്നുണ്ട് അല്ലേ? ആരും പറയാത്തവർ ഇപ്പം ഏജൻറ്റ് വരെ പറഞ്ഞു. ആ ഏജൻറ്റ് പറഞ്ഞ് വളരെ എന്താ പറയുക, മലയാളത്തിൻ്റെ സ്ഫുടമായ മലയാളം, അല്ലെങ്കിൽ വളരെ ശരിക്കുള്ള മലയാളം, അതായത് വണ്ടി എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ശകടം എന്നല്ലേ പറയാം മലയാളത്തിൽ, അതുപോലത്തെ ആ പ്യുവർ മലയാളം. പത്തിൽ ദേവദാസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ദേവദാസി നമുക്ക് എല്ലാവർക്കും അറിയാം, വേശ്യ, അതാണ് ദേവദാസി. പണ്ടത്തെ ദേവദാസി എന്ന് പറഞ്ഞാൽ വേശ്യ, അതാണ് വേശ്യയാണ് ദേവദാസി. പക്ഷെ അതവൻ പറഞ്ഞു, അവർക്കൊക്കെ അവർ പല രീതിക്ക് പറഞ്ഞിട്ട് അവർ പല രീതിക്ക് എല്ലാവരും തെറി പറയുന്നുണ്ട്. എന്നാൽ ഷെഫീൻ ബേബിയാണ് ഹൈലൈറ്റ് മനസ്സിലായില്ലേ? അതേപോലെ മരംകൊത്തി, ആ ദുബായിൽ വേറൊരു ജോലി ചെയ്യുന്ന ആ പെണ്ണിൻ്റെ കൂടെ അവൻ എന്തൊക്കെ വീഡിയോ ചെയ്യുന്നത്. അവൻ മര്യാദയ്ക്ക് നടക്കുന്നൊരു വീഡിയോ ഉണ്ട് കടപ്പുറത്ത് കൂടെ, പക്ഷെ അവൻ ആക്ട് ചെയ്യണം. ഇത് പഠിച്ച് കുറച്ചൊക്കെ ഡാൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ സ്ത്രൈണ ഭാവത്തോടു കൂടി നടക്കാൻ വയ്ക്കും. എൻ്റെ ബലമായ. പക്ഷേ ഈ പെണ്ണുങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ടില്ലേ, അതായത് വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളില്ലേ, അതുപോലെ ആണുങ്ങളുണ്ട്. ഇവരൊക്കെ ആ വിഭാഗക്കാരാണ്, ഇൻക്ലൂഡിങ് മറ്റേ നമ്മളെ ഇവൻ വരെ പറയാൻ പറ്റില്ല, ജാസി വരെ പറയാൻ പറ്റില്ല. അവരെന്തൊക്കെ പറയാം, അതുകൊണ്ട് അവൻ മറ്റേ സർജറി ചെയ്യാത്തത് അതൊന്നും ഇവിടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇവർക്കൊക്കെ അല്ല ബന്ധം. ഈ ജാസി ആയിക്കോട്ടെ, മരംകൊത്തി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ചങ്ങായി ആയിക്കോട്ടെ, സജിന ആയിക്കോട്ടെ, ഇവരെ ഈ സെറ്റ് എല്ലാവർക്കും ഉള്ള ബന്ധം ദുബായ് കാന്താരി, ഇവർക്കൊക്കെ അതാണ് ബന്ധം. അപ്പോൾ ഇവരൊക്കെ ആ ഒരു സെറ്റാണ്. അതൊന്നായിട്ടുണ്ട് ഇടിച്ച് പൊളിഞ്ഞ് ചാടി ഷെഫീൻ ബേബി ചെയ്തപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ അതിന് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്തെങ്ങാണ്ട് തെറി പറയിപ്പിക്കുന്നതാണ് തോന്നുന്നത്. ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തവർ ആരെയും വിളിച്ച് തെറി പറയും, അതാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ബലമായ സംശയമാണ്, ഇവർക്ക് ആര് പൈസ കൊടുത്താലും ഇവർ ആരെയും തെറി വിളിക്കും. നമുക്കതിൽ ബാക്കി കേൾക്കാം. അവളുടെ ഒരു തെറി, നീ പറയണ തെറിയെക്കട്ടി ഇരട്ടി തെറി പറയാ എനിക്കറിയാടി മൈര മുണ്ടേ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടങ്ങി ഇരുന്നോളാൻ പറയണം. അടി പാർസൽ വരുമെന്ന് പറയണം മൈരന്റെ മോന്റെ അടുത്ത്. എടി രേണു എനിക്ക് ആരാന്നറിയാവോ? എന്റെ കുഞ്ഞനുജത്തിയാണ്. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഒരു ജന്മത്തിൽ എന്റെ
എനിക്കെന്നെ ചിരി വന്നിട്ട് ഞാൻ പിന്നെ കട്ടിഞ്ഞത് കേട്ട് കുറേ ചിരിച്ചിക്കണ്. ഇങ്ങളത് എങ്ങനെയാണ് കേട്ട് എനിക്കറിയില്ല. ചിരിച്ചിങ്ങാണ്ട് മരിച്ചിക്കണ്. എന്താണ് എനിക്കിത് കേട്ടപ്പോഴും ഭയങ്കര സംശയമായത്. അങ്ങനെ അനുജത്തി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ സന്ദീപ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ എന്താ യൂഷ്വൽ സൈക്കോ ആയിക്കോട്ടെ, മഞ്ഞത്തൊപ്പിക്കാരനായിക്കോട്ടെ, അല്ലെ ബിച്ചു ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എത്ര പേരുണ്ട് സ്ത്രീകളായിട്ടാണ് എത്ര പേര് റിയാക്ട് ചെയ്തിന്. അവരൊക്കെ പോയി വിളിക്കൂലേ വൈ ഓൺലി ഷെഫീന ബീവി. നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഷെഫീന ബീവി മാത്രം 2 വാക്ക് പറഞ്ഞാൽ തെറി പറയാത്ത ആൾക്കാരാണോ ബാക്കിയുള്ളവർ? ഈ ഷെഫീന ബീവി മാത്രമാണോ ഇത് പറയണത്? ഇപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അതൊരാളെടുത്തെങ്ങാണ്ട് പുറത്ത് കിട്ടുക. അപ്പം എൻ്റെ കൂട്ടുകാരൻ ഞാൻ സംസാരിക്കുമ്പോൾ വഴക്ക് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയാറുണ്ട്, അവൻ എന്നെയും പറയാറുണ്ട്. അപ്പം ഞാൻ എടുത്തെങ്ങാണ്ട് വീഡിയോ ആക്കി പുറത്ത് കിട്ടു കഴിഞ്ഞാൽ അവനാരായി? അതായത് ആളാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഇവർക്കെതിരെ സംസാരിക്കാൻ നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് പരിചയമുള്ള ആൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെന്ന രീതിക്ക് ഷെഫീന ബീവിയോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയാം. പിന്നെ മറ്റുള്ളവരോട് പോയിട്ട് നമുക്ക് ആ കമൻറ്റ് ബോക്സിൽ പോയി ഇങ്ങോട്ട് പ്രതിഷേധം അറിയിക്കാം. അല്ലാതെ നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? എനിക്കിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾക്ക് പോയി സപ്പോർട്ട് ചെയ്യുക, പറഞ്ഞു കൊടുക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളത് ചെയ്യുക. മനസ്സിലായില്ലേ? എന്നെക്കൊണ്ട് ഇത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. കാരണം എന്താ പറയുക, അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ആ ചങ്ങായി റിയാദിൽ എങ്ങാണ്ടിട്ടാണ്. അപ്പം റിയാദിലാണ് അവർ. ഞാൻ ഇതിനു മുമ്പ് റിയാദിലായിരുന്നു. പക്ഷേ എൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ള ദൂരം. പക്ഷേ ഞാൻ അവിടെ അല്ല ജോലിപ്പെടുത്താം, ജിദ്ദയിലാണ്. അപ്പോൾ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇപ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ നോക്കിക്കാണ്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? നമുക്ക് ബാക്കി കേൾക്കാം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. കാരണം പറയാത്തവരോ ആരൊന്നുമല്ല ആരും. എന്തിനു വെറുതെ പറയുന്നവരാണ്. ഇന്നാളൊക്കെ ഇത്തിരി റിയാക്ഷൻ വീട്ടിൽ ആസിഫ് കാലിൽ കൈയിട്ടിങ്ങാണ്ട് എന്തോരം വീടായിട്ട് കാണിക്കുന്നുണ്ട്. റിയാക്ടിങ്ങിൻ്റെ പേരിൽ വെറുതെ കാണിക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ പേരിൽ. ചിലർ വന്നിങ്ങാണ്ട് വെറുതെ വീഡിയോ ചെയ്തിങ്ങാണ്ട് ആ ഗിയർ അങ്ങോട്ട്, ആ നീണ്ടു നിൽക്കുന്ന ഗിയർ അങ്ങോട്ട് എടുത്ത് ഉള്ളിലേക്ക് ഇടുന്ന് പറഞ്ഞങ്ങാണ്ടാണ് ആ ചങ്ങായി. ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങായി, എന്തോ പേര് എനിക്കറിയില്ല. അവൻ്റെ നടത്തം, അവൻ്റെ വർത്തമാനം ചെള്ളടിച്ച് പൊളിക്കാൻ തോന്നും. മോൻ്റെ നടത്തം കൊണ്ടല്ല, അവൻ്റെ വർത്തമാനം കൊണ്ട് ആൾക്കാർ കുട്ടികൾ കാണുന്നതല്ലേ. എന്നിട്ട് വന്നുകൊണ്ട് അന്ന് പറയാണ് 2026 ഇത് ആൽഫ എന്താണ്, എന്ത് ജനറേഷനാണ്, എന്തൊക്കെയോ പറയുന്നേ. ഇത് ഈഗിൾ പറഞ്ഞ പോലെ ഇത് ജനറേഷൻ, ഇവരൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാണ് ഇവരുടേതായിട്ടുള്ള. തമ്പുരാൻ കാക്കട്ടെ. ബാക്കി കേൾക്കാം. അല്ല, കുറച്ചു മുമ്പ് പറഞ്ഞത് ഏതാ ഒരുത്തൻ ഭർത്താവായിട്ടുണ്ട് ഇതിന് കൊടുക്കുന്ന റിപ്ലൈ ആണ് കേട്ടോ. അവനില്ലേ, അവൻ ചത്ത കളഞ്ഞിട്ട് പോയാ. കൊച്ചുങ്ങളുണ്ടാവൂലേ? നിന്നെ പോലെ ഒരു സാധനത്തിന് കൊച്ചുങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നിന്നെയൊക്കെ തല്ലാൻ ഗുണ്ടയുടെ ഒന്നും ആവശ്യമില്ല. നിന്നെ ആളെയൊക്കെ വെച്ച് അടിക്കേണ്ട കാര്യം എന്ത്? നിന്നെ നേരിട്ട് കിട്ടിയാൽ ഞാൻ തന്നെ തരുന്നുണ്ട്. മനസ്സിലായ? ആളെ വെച്ചടിക്കാനും മാത്രം നീ എന്താ? നിനക്ക് 2 തരണമെങ്കിൽ നേരിട്ട് ഞാൻ അങ്ങ് തരൂലേ. ചേടാ, എനിക്ക് ഗുണ്ടയും പുണ്ടയൊന്നും ഇല്ല. ചട്ടുകാരി ഈ 2 വീഡിയോ കണ്ടോ? നിങ്ങൾ തെറി വിളിക്കണ കേട്ടോ? ഇല്ലല്ലോ, കേട്ടില്ലല്ലോ. പിന്നത്തെ വീഡിയോയിലാണ്, ഓഡിയോയിലാണ് ഈ ചട്ടുകാലിൻ്റെ വരുന്നത്. ഇപ്പം നമ്മളൊരാൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അത് കേട്ട് അങ്ങോട്ടും വിളിച്ചതോടെ തീർന്നു. പക്ഷെ നമുക്കുള്ളൊരു നമ്മുടെ കുറവിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുറവായിട്ടില്ല. ഇപ്പം നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ, നമുക്കൊരു മാറാരോഗം ഉണ്ടെങ്കിൽ, നമുക്കൊരു എന്താ പറയുക കയ്യോ കാലോ എന്തെങ്കിലും ഒരു ഇതില്ലാതെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷമത്തിൽ നടക്കുകയായിരിക്കും, അത് കാണിക്കാതെ. അതൊരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ കരയും, അല്ലെങ്കിൽ നമ്മൾ ഡെസ്പിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ ആ ദേഷ്യവും സങ്കടവും പുറത്ത് കാണിക്കും. എങ്ങനെ കാണിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അവരോടത് പറഞ്ഞു കഴിഞ്ഞപ്പം അതിന് ശേഷം അവർ തിരിച്ചവിടെ നല്ലോണം തെറി പറഞ്ഞിട്ടുണ്ട്. നല്ലോന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ തെറികൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പോകൂലേ? അതിന് ഭാര്യ കുറ്റമാണ്ട് കാര്യമില്ല. അവർ ഫോണിൽ സംസാരിക്കുകയാണ്, വാട്സപ്പിൽ, പബ്ലിക്കല്ല. അവർ പറഞ്ഞു, അതെടുത്തെങ്ങാണ്ട് ഇവർ എന്നെ തെറി പറഞ്ഞു എന്ന് കാണിച്ചു. അതായത് ഒരാളെ ട്രിഗർ ചെയ്തെങ്ങാണ്ട് ഒരാളുടെ കുറവുകളെ വിളിച്ച് പറഞ്ഞ് ഇതാക്കിയിട്ട്. ശരിയാണോ? അല്ലല്ലോ. അടി കൊടുത്ത് അടി വാങ്ങിക്കഴിഞ്ഞിട്ട് എന്നെ അടിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ചട്ടുകാലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലടി പേട്ട അമ്പലത്തുമുക്കി വരാം. പേട്ട
പേട്ട അമ്പലത്തിൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്നാണ് ഒരു കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താണ് അതിൻ്റെ ഒരു വൃത്തിക്കേപ്പ്. അപ്പോൾ ഇത് അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ ചെയ്യണം തോന്നി. പക്ഷേ ഇതെങ്ങനെ എനിക്ക് മ്യൂട്ടാക്കണം, എങ്ങനെ എനിക്ക് കട്ട് ചെയ്യണം, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. ഒരു 10, 12, 13 ഓഡിയോ ഉണ്ട് ഇതിൻ്റെ. മൊത്തം ഇവരെ അങ്ങോട്ട് ഇതാക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് ആരായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അവരും തിരിച്ച് പറഞ്ഞു. അത് അവരെടുത്ത് ഇങ്ങോട്ട് ഈ പറഞ്ഞ ബിന്ദു എന്ന് പറഞ്ഞ പെണ്ണിനെ പുണ്യവതിനാക്കി, മാതാവാക്കി. എന്താ പേട്ട അമ്പലത്തിൽ ദേവിയും കൂടി ആക്കി ഇങ്ങോട്ട് പ്രതിഷ്ഠയാക്കി വെച്ചില്ല ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ നന്നാക്കി കേട്ടോ. വീതക്കാർ വന്നുകൊണ്ട് അപ്പുറം ഇരുന്നിങ്ങോട്ട് ഓൻ്റെ ചില കണ്ടാ വിചാരിച്ചു ഓന് ഇങ്ങോട്ട് വല്ല കണ്ണിൽ കണ്ടിക്കണ്. ഇന്നലെ പറഞ്ഞ് ഇന്ന് പറയും, ഇന്ന് പറഞ്ഞ് നാളെ പറയും, നാളെ ഇന്നലെ പറഞ്ഞ പറയും, മറ്റന്നാൾ ഇന്ന് പറഞ്ഞ പറയും. ഇതന്നെ ഒരേ കാര്യം തന്നെ മാറ്റി മറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാണ്ട നിങ്ങൾക്ക് ഉണ്ടോ? ഒരു ഷെഫിൻ ഹബീബ് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങൾക്ക് അടച്ചാൻ നാണമുണ്ടോ? വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഉളുപ്പില്ലാതെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിത് വന്ന് പറയണം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് കീപ്പ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക, അതിന് കമൻറ്റ് എടുത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഞാൻ ഇതോടെ അതിൻ്റെ ചെയ്യണം. ശരി എന്നാൽ ഓക്കെ, നമസ്കാരം. നമ്മോകം നമ്മളെ മായാവിയിൽ മമ്മൂട്ടി പറഞ്ഞ് കേട്ടാണ് നമ്മോഭാഗം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൽ മമ്മൂട്ടി പറഞ്ഞ മലയാളമൊക്കെ തെറ്റാണ്. എന്തായാലും ഓക്കെ, ശരി എന്നാൽ ബൈ.